ജാക്കി ചാൻ പോലത്തെ ഒരു ഫൈറ്റ് സീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും. അല്ലേ ഇങ്ങനെ പുളി ഞാൻ ഇന്ദ്രൻസേട്ടനായിട്ട് അങ്ങ് ജീവിക്കും. ടഫാണ്, ബുദ്ധിമുട്ടാണ്. ആലോചിച്ച് മതി. അപ്പൊ ആ ടെൻഷൻ ഉണ്ടായിരുന്നു തുടക്ക സമയത്ത് ആളുടെ കൂടെ. അവർക്ക് കാണൂല, എനിക്കുണ്ട്. അവര് കൂടായിട്ട് നിൽക്കും, നമുക്കാണ് അയ്യോ. അല്ല, ഞങ്ങള് കൂടായിട്ടിരിക്കുന്നത് എന്താ അറിയോ, ഇന്ദ്രൻസേട്ടനെ പോലെ ഇത്ര 1000-600 സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആള് ഒരിടത്തിരിക്കത്തില്ല, ഓടി നടക്കുക. ഇവർ ഇതേപോലെ ഉള്ളതിന്റെ കൂടെയാണ് സീൻ. എങ്ങനെയാണ് അടങ്ങിയിരിക്കുന്നത്? പിന്നെ ഇവനൊക്കെ അടുത്തതെന്ത് യോമാരോടെ കമ്പനി അടിച്ച് എങ്ങനെയെങ്കിലും ആള് ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. ഞാൻ നല്ല ഉദ്ദേശിച്ചാ പറയുന്നത്. ചേട്ടൻ കാരവാനിൽ ഇരിക്കാറില്ല, പുള്ളി എപ്പോഴും കോസ്റ്റ്യൂം സെന്ററിൽ തയ്യലില്ലേ അതിന്റെ അടുത്തൊരു കസേര ഇട്ടാണ്ടിരിക്കും. ഇന്ദ്രൻ ചേട്ടൻ പറയും, നാളെ മുതൽ അടുത്ത ലൊക്കേഷനിൽ എനിക്ക് അവിടെ കസേര ഇട്ട് അവിടെ എടുത്തു കാരവും കാണില്ല. സാരി വളരെ ഡ്രസ്സ് മാറാനും മേക്കപ്പ് ചെയ്യാനൊക്കെ പറ്റുവേ. ഇനി അതും ഇല്ലാതെ ചേട്ടൻ ഇതൊന്നും വേണ്ടാത്തോണ്ട് നമ്മളൊന്നും വെച്ചിട്ടില്ല. കോസ്റ്റ്യൂം ബോക്സ് കൊണ്ട് വെച്ചിരുന്നു. അതിന്റെ കഥ വേറെ രീതിയിലൊക്കെയാണ്. അതായത് സിനിമയിൽ വന്നു പെടാനുള്ള ഒരാളിന്റെ യാത്രയാണ്. എന്നിട്ട് അയാളുടെ ദുരിതം പിടിച്ചൊരു ജീവിതവും അയാൾ ഉദ്ദേശിക്കുന്നത് ചെന്നെത്തുന്നോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ്. അത് സിനിമ മാത്രമല്ല, അതിനിടയ്ക്കൂടെ പറഞ്ഞു പോകുന്ന വളരെ മൂർച്ചയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ രോമാഞ്ചത്തിൽ ഒരു ക്യാരക്ടർ ചെയ്ത സമയത്ത് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ജോൺ പോളിന്റെ ഒരു സിനിമയില്? ആ സമയത്ത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് എൻ്റെ അടുത്ത് ജോണേട്ടൻ അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്കിത് ഭയങ്കര ഒരു ഷോക്കായി പോയി. ഇമോഷനൊക്കെ ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ ഈ ഭാഗം ഇങ്ങനെ പൊങ്ങി വരും. ജോണേട്ടൻ എന്നിട്ട് പറയും, എന്താണ് അവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി അങ്ങ് പോകുന്നത്? ഇതൊരു കാര്യം, 2 ത്രാസിന്റെ പടി 2 പിരിയത്തൊക്കെ തൂക്കിയിടാം. ഫസ്റ്റ് പടമാണ് പറയത്തതല്ല, അത് നിങ്ങൾ പടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. പുള്ളി അതിനു മുമ്പ് ആഡൊക്കെയാണ് ഷൂട്ട് ചെയ്തത്, പക്ഷെ ഓരോ ഫ്രെയിമും നല്ല ബ്യൂട്ടി ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആ പുള്ളിയുടെ ക്രൂ ഉണ്ട്, അവരെല്ലാവരും പുതിയതാണ്. പക്ഷെ എന്നാൽ തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി ഭയങ്കരമാണ്. കഴിവ്. ജോണേട്ടൻ ഓൾറെഡി മ്യൂസിക് കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഗപ്പിയിലെ പാട്ടുകളാണെങ്കിലും അമ്പിളിയിലെ പാട്ടുകളാണെങ്കിലും നമുക്ക് ഇഷ്ടം തോന്നുന്ന പാട്ടുകളാണ് പുള്ളി. ഇനിയിപ്പോൾ ഇനി ചുരുക്കം പറഞ്ഞാൽ ആശാനിലെ പാട്ടുകളെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൺഫ്യൂസ് ആകും, ഏത് പാട്ട് ആദ്യം കേൾക്കണം, ഏത് പാട്ടിന് അഡിക്റ്റ് ആകും. എല്ലാം അടിപൊളി പാട്ടാണ് വരാനുള്ളത്. ഫൺ മാത്രമല്ല, കുറച്ച് ചിന്തിക്കാനുണ്ട്. അത് ബുദ്ധിമുട്ടാണെങ്കിൽ പറയണം. ഹായ്, ഹലോ, നമസ്കാരം. ചൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ആശാൻ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്നിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 4 പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. നമസ്കാരം. സിനിമക്കുള്ളിലെ സിനിമ കഥ പറയുന്ന ഒരു ചിത്രം, അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. മലയാളത്തിൽ അങ്ങനത്തെ സിനിമകൾ വന്നിട്ടുണ്ട്. ആശാൻ എത്തരത്തിലുള്ള ഒരു ചിത്രമായിരിക്കും? ആരോടാ ചോദ്യം? എല്ലാവരോടും കോമൺ ചോദിച്ചതാ. മുമ്പ് എനിക്ക് തോന്നുന്നു ഉദയനാണ് താരമൊക്കെ നമുക്ക് ആ സിനിമക്കുള്ളിലെ സിനിമ ആ സമയത്തുള്ള ടെക്നിക്കൽ പരിപാടികളൊക്കെ കാണിച്ചിട്ടുള്ള പടമായിരുന്നു. ആശാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സിനിമ എന്താണ്? ഇപ്പോഴത്തെ ലൊക്കേഷൻ പരിപാടികളും എല്ലാം കാണിക്കുന്നുണ്ട്. അല്ല, ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമ ഒക്കെ ഞാൻ പറഞ്ഞത് സിനിമയുടെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സ്ക്രിപ്റ്റ്, അത് ഒരു സിനിമ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും ഇപ്പോൾ ലാലേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ ഒക്കെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ആ ഡയറക്ടർ എന്നുള്ള ലെവലിലുള്ള കാര്യങ്ങളൊക്കെ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്താൽ പോയത്. അപ്പോൾ അതുകൂടാതെ ഒരു സിനിമയ്ക്കുള്ള സിനിമ വന്ന സീനൊന്ന് നമ്മുടെ വീടെന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു. അതും ഒരു സിനിമ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരുന്നു കൂടുതലും അതിനകത്ത് പറഞ്ഞിരുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. ഈ സിനിമയിൽ എല്ലാവരും കഥാപാത്രങ്ങളാണ്. അതായത് സിനിമയുടെ ടെക്നിക്കൽ സൈഡിലുള്ള എല്ലാ ആളുകളും, സിനിമയിലെ ഓരോ വിഭാഗവും ഇതിലെ കഥാപാത്രങ്ങളാണ്. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡയലോഗുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവർക്കെല്ലാം അതിനകത്ത് പ്രാധാന്യമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇതിനകത്ത് ആർട്ടിൽ സ്മോക്ക് ഇടുന്ന ആളുടെ പേര് സ്മോക്കി എന്നാണ്. അപ്പോൾ അതിനൊരു കൗതുകമല്ലേ എന്ന് പറഞ്ഞ പോലെ
നമ്മൾ ഈ ഇപ്പോൾ KRS എന്ന് പറയുന്ന എൻ്റെ കഥാപാത്രം, അതായത് ഒരു ഹിറ്റ് മേക്കർ ഡയറക്ടർ. ആ ഹിറ്റ് മേക്കർ ഡയറക്ടറുടെ സിനിമയാണ്, അയാളുടെ എത്രാമത്തെയോ ഒരു സിനിമയാണ്. ആ സിനിമയുടെ ഷൂട്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ആ സിനിമയുടെ ഷൂട്ടിംഗ് ആണ് ആശാൻ എന്ന ഈ സിനിമ. ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തുള്ള കുറേ മുഹൂർത്തങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നർമ്മത്തിൽ പൊതിഞ്ഞ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിച്ചിരിക്കുന്നത്. ഇനി ഇതിലെ നായകൻ കഥാപാത്രം ചെയ്യുന്നത് ജോമോനാണ്. ജോമോൻ എന്ന് പറയുന്നത് ഈ എൻ്റെ KRS എന്ന് പറയുന്ന എൻ്റെ ക്യാരക്ടറിൻ്റെ ആ ഡയറക്ടറുടെ അസിസ്റ്റൻ്റ് ആവാനായിട്ട് വർഷങ്ങളായി കാത്തിരിക്കുന്ന, അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ട് അവസാനം അതിനകത്തേക്ക് എത്തുന്നതും ഒക്കെ ഉണ്ട്. നേരെ മറിച്ച് ആശാൻ എന്ന് പറയുന്ന ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നത് ഇന്ദ്രൻ സേട്ടനാണ്. ഇന്ദ്രൻ സേട്ടൻ്റെ കഥാപാത്രം ഈ സിനിമയിലെ ആശാനാണ്. അതെന്താണ് കഥാപാത്രം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആശാനിലൂടെയാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. ശരി, ഞാൻ നോക്കുമ്പോ എല്ലാവരും കുറച്ച് മുമ്പ് ആശാൻ ആശാൻ എന്ന് വിളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമ കഴിഞ്ഞ് ഇനി എല്ലാവരും ഇനി ആശാൻ എന്നായിരിക്കും ചേട്ടനെ വിളിക്കുക. അല്ല, അതിൽ വേറൊരു ആശാനുണ്ട്. അതിൽ വേറെ കുറെ ആശാന്മാരുണ്ട്. നമ്മുടെ ആശാൻ ജോൺ പോൾ. ശരിക്കും ഇതിന്റെ ആശാൻ ആരാ? ഈ സിനിമയുടെ ആശാൻ ആരാ? സംവിധായകൻ ജോൺ പോൾ. കാര്യം അതിന്റെ കഥ വേറെ രീതിയിലൊക്കെയാണ്. അതായത് സിനിമയിൽ വന്നു പെടാനുള്ള ഒരാളിന്റെ യാത്രയാണ്. എന്നിട്ട് അയാളുടെ ദുരിതം പിടിച്ച ഒരു ജീവിതവും അയാൾ ഉദ്ദേശിക്കുന്നത് ചെന്നെത്തുന്നോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ്. അത് സിനിമ മാത്രമല്ല, അതിനിടയ്ക്കൂടെ പറഞ്ഞു പോകുന്ന വളരെ മൂർച്ചയുള്ള കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ കാണാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് ചിലപ്പോ ഈ സിനിമയിൽ ചിലപ്പോ നമ്മൾ കാണുമായിരിക്കും. അതെങ്ങനെയുണ്ട്? അതാണ് ഈ സിനിമയിലുള്ളത്. ടെക്നിക്കലി നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോകാതെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ടെക്നോളജിയൊക്കെ വെച്ച് സിനിമ എങ്ങനെ ഇറങ്ങുന്നു എന്നത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. 150 പുതിയ ആളുകൾ വരുന്നു. ശരിക്കും അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഒരു യൂണിറ്റ് മൊത്തം ഷൂട്ടിങ്ങിന് നമ്മൾ വരുമ്പോൾ എത്ര പേര് കാണും, അത്രയും പേരും വെച്ചുള്ള ഒരു ക്രൂ ആണെങ്കിൽ ഫോക്കസ് പിള്ളറൊക്കെ ആശാന്റെ ഫോക്കസ് പിള്ളറാണ്. ആ ക്യാമറ അസിസ്റ്റന്റ് അവനൊക്കെ ശരിക്കും ക്യാമറ ടെക്നീഷ്യന്മാരാണ്. അവർക്ക് ഫേസ് കാണിക്കാൻ പറ്റി. അങ്ങനെയുണ്ടല്ലോ. അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്തിട്ടുള്ള എന്റെ ക്യാമറമാൻ അതിന്റെ മുകളിലിരിക്കുന്നേ ആന്റണി, ക്യാരക്ടറിന്റെ പേര് ആന്റണി. എന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് ഉപയോഗിക്കുന്നത് ഷാജി. ഇവര് ഡയറക്ഷൻ ടീം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ കേരള ഫുഡ് ഗോവിന്ദ്, പിന്നെ അസോസിയേറ്റഡ് ആഷ്ലിയാണ് ചീഫ്. പ്രൊഡക്ഷൻ കൺട്രോളോടെ ഷാനവാസ് അല്ലേ? ഒരു കർണാടക അല്ലല്ല, പ്രൊഡക്ഷൻ കൺട്രോളർ അപ്പുണ്ണി ശശിയേട്ടൻ. എന്റെ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആണ് നിൽക്കുന്നത് ബിബിൻ പെരുമ്പള്ളി. ഞാനൊരു 10 മാസം മുമ്പ് ശോഭചേട്ടൻ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് എടുത്തത്. അപ്പൊ ശോഭചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ വരാൻ വേണ്ടി പോവാണ്. സോ നമ്മളും എക്സൈറ്റ്മെന്റിൽ കാത്തിരിക്കുകയായിരുന്നു. അല്ല, അന്ന് എനിക്ക് മീശയില്ലായിരുന്നു. ഒരു ക്യാരക്ടർ ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അന്ന് മീശ എടുത്തത്, ചെയ്തോണ്ടിരുന്നത്. അന്ന് ഇതിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനിയിപ്പം മികച്ച കഥാപാത്രങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാവോ? തീർച്ചയായിട്ടും മികച്ച കഥാപാത്രങ്ങൾ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ ഇതോടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കയ്യിലേക്കില്ല. അല്ല, ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്തൊരെണ്ണം ചെയ്തിട്ടുണ്ട്. ദൃഢം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഷെയ്ൻ നിഗം നായകനായിട്ട്. അതിലും മെയിൻ ക്യാരക്ടറാണ്. അപ്പോൾ ഇതിപ്പോ ഇറങ്ങി, ഇപ്പൊ ഫെബ്രുവരി 5-ാം തീയതി ഈ പടം ഇറങ്ങുവാണ്. അത് മാർച്ചിലുണ്ടെന്നാണ് ഞാൻ കേട്ടത്. മാർച്ചിൽ ആ പടം റിലീസ് ആവുകയാണ്. അപ്പോൾ അങ്ങനെ ബാക്ക് ടു ബാക്ക് സിനിമകൾ ഇറങ്ങിയാൽ പുതിയ സിനിമകളിൽ ചിലപ്പോൾ വരും അല്ലേ, പ്രതീക്ഷിക്കാം. ഇപ്പൊ രോമാഞ്ചത്തിൽ ഒരു ക്യാരക്ടർ ചെയ്ത സമയത്ത് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ജോൺ പോളിന്റെ ഒരു സിനിമയില്? ആ സമയത്ത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ അടുത്ത് ജോണേട്ടൻ പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഇത് ഭയങ്കര ഒരു ഷോക്കായി പോയി. ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു? നീയാണ് എന്റെ സിനിമയിലെ നായകൻ എന്ന് വിളിച്ച് പറഞ്ഞപ്പോ? ഞാൻ കുറച്ചേരം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമുക്ക് ലൈഫിൽ ഇതുപോലെ ഭയങ്കര കുറവല്ലേ ഒരാൾക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ പിന്നെ പിറ്റേ ദിവസം പോയി കഥ കേട്ടു.
കഥ കേട്ടപ്പോഴത്തേക്ക് കുറച്ചുകൂടെ എനർജി ആയി. കാരണം നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻ, അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണെന്ന് എനിക്ക് പിന്നെ കുറച്ച് പിടിക്കേണ്ടി വരും. ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എല്ലാം ഹ്യൂമർ പരിപാടിയല്ലേ, അപ്പം ഒരു വിഴുനീള പരിപാടി എന്ന് പറയുമ്പോൾ നമ്മള് കുറച്ച് സെറ്റിലായിട്ട് ചെയ്തേ പറ്റൂ. അപ്പൊ ആ ഒരു പിടുത്തം എനിക്ക് ചോദിച്ചിട്ട് എപ്പോഴും പിടിച്ചിട്ടുണ്ടായിരുന്നു. പടം തീർന്നവരെ ടെൻഷനില്ല, ഹാപ്പിയാണ്. ഇവൻ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ് ഇതിൽ, കോമഡി മാത്രം. കാരണം സാറാസ് പോലെ ഞങ്ങൾ ഒരുമിച്ചുള്ള, അപ്പം ഇവൻ്റെ പരിപാടികളെല്ലാം നമുക്കറിയാം. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് എല്ലാം കൂടെ ഉള്ളൊരു ക്യാരക്ടറാണ്. ഇമോഷനൊക്കെ ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ ഈ ഭാഗം ഇങ്ങനെ പൊങ്ങി വരും. ചെയ്യുന്നിട്ട് പറയും, എന്താണ് അവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി അങ്ങ് പോകുന്നത്? ഇതൊരു കാര്യം, 2 ത്രാസിന്റെ പടി 2 പിരിയത്തൊക്കെ കെട്ടി തൂക്കിയിടാം. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി ഒരു നായകനായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, അത് ഒരു മെയിൻ ക്യാരക്ടർ പരിപാടി. ഞാൻ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്ന എന്തിനും ചേട്ടനാണ്, പിന്നെ ചേട്ടനുണ്ട്, എല്ലാരും ഉണ്ട്. ഞാൻ മാത്രമായിട്ട് എങ്ങനെ നിന്നത്. എങ്കിലും ഒരു സെറ്റിലേ നമ്മൾ നായകനായിട്ട് വരുന്ന സമയത്ത് മുൻപ് ചെയ്തത് ചെറിയ ക്യാരക്ടർ ആണെങ്കിലും വലുത് തന്നെയാണ്. എങ്കിലും ഒരു നായകനായിട്ട് ഒരു സെറ്റിൽ വരുമ്പോൾ ഒരു മാറ്റം എന്താ ഫീൽ ചെയ്ത്? ശരിക്കും സ്വന്തമായി നമ്മുടെ ലൊക്കേഷന്റെ ഒരു 50 മീറ്റർ മാറിയിട്ടാണ് നമ്മളെല്ലാരും സ്റ്റേ ചെയ്യുന്ന സ്ഥലം വരുന്നത്. 6 മണിക്കാണ് കോൾ ടൈം. അവിടുന്ന് രാവിലെ റെഡിയാവും, കുളിച്ച് റെഡിയായി ലൊക്കേഷനിലോട്ട് വരും, അഭിനയിക്കും. 6 മണിയാകുമ്പോൾ തിരിച്ച് റൂമിൽ പോകും. മലയാള സിനിമയിൽ നടന്ന് അഭിനയിക്കാൻ നായകൻ അങ്ങനെയല്ല, ഒരു നടന്ന സംഭവം അത് ഭയങ്കര രസമായിരുന്നു. വൈകുന്നേരങ്ങളിൽ ജോണേട്ടൻ ഷൂട്ട് കഴിഞ്ഞ് ചേട്ടൻ റൂമിൽ വരും, ചേട്ടൻ അവിടെ തന്നെയാണ്. അല്ല, ഈ സിനിമയ്ക്ക് മുമ്പ്, ആശാന്റെ ഷൂട്ടിങ്ങിന് മുമ്പ് ഞാനും ജോമോനും ഒന്നിച്ച് അഭിനയിച്ച് പെറ്റ് ഡിറ്റക്റ്റീവിലാണ്. അതിന്റെ ലൊക്കേഷൻ വെച്ച് കണ്ടപ്പോൾ ഞാൻ ജോമോന്റെ ഒരു മെയിൻ ക്യാരക്ടർ അല്ലെ നായകനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ് ഞാൻ പറയുന്നത്. ആ ലൊക്കേഷൻ വെച്ച് ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ മറ്റേ പടത്തിൻ്റെ കഥ ഞാൻ കേട്ടിരുന്നു, ചേട്ടൻ്റെ ക്യാരക്ടർ സൂപ്പർ ക്യാരക്ടറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അത് വല്ലാത്തൊരു സംഭവമാണ്, ചേട്ടൻ ചെയ്തത് നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ജോമോൻ്റെ ആ ഒരു ഭാവമുണ്ട്. അത് സത്യം പറയാലോ, അപ്പോഴേ എനിക്ക് തോന്നി ഇത് നായകനിലേക്കാണ് അവൻ വരുന്നത് എന്നുള്ളത് തോന്നി. അപ്പോൾ അതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് ജോമോൻ. തീർച്ചയായിട്ടും അത് ഭാവിയിലും ഇനി നല്ല സിനിമകൾ വരും. ആശാൻ അതിനൊരു തുടക്കമാകട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അത് ഞങ്ങൾ ഇടാം. നിങ്ങൾ ഇപ്പൊ ഇന്ദ്രൻസ് ചേട്ടനായിട്ടുള്ള ഒരു കോംബോ എങ്ങനെയുണ്ടായിരുന്നു? കാരണം നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്, പക്ഷെ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യില്ല. ഇപ്പൊ ഏത് പ്രായക്കാരാണോ അവരായിട്ട് അങ്ങ് സിങ്ക് ആയിട്ട് പോകും. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവര് ഒരുമിച്ച് പഠിച്ച പോലെയാണ് ഇരുന്നിട്ട് തമാശകൾ പറയണേ, സംസാരിക്കണേ, ആ വൈബ് കിട്ടും. എനിക്ക് ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്തപ്പോ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഇതിനു മുമ്പ് ഒരു പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇന്ദ്രൻ ചേട്ടനെ കണ്ട് പരിചയമുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ മാക്സിമം പുള്ളിയെ ബുദ്ധിമുട്ടിക്കാതെ പതുക്കെ കമ്പനി അടിച്ച് ഇപ്പം ഏകദേശം സംസാരിക്കുകയൊക്കെ ചെയ്യും. ചേട്ടനെ ബുദ്ധിമുട്ടിയായിരുന്നോ? അഭിനയിക്കാൻ എനിക്ക് ടെൻഷനൊന്നുമില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സേഫാണ് പുള്ളിയുടെ അടുത്ത്. പുള്ളി വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കർക്കശക്കാരനല്ല. അല്ല, പൊതുവെ നമുക്ക് സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ടെൻഷൻ ഉണ്ടായിരുന്നു തുടക്ക സമയത്ത് ആളുടെ കൂടെ? അവർക്ക് കാണൂല, എനിക്കുണ്ട്. അവര് കൂളായിട്ട് നിൽക്കും, നമുക്കാണ് അയ്യോ. അല്ല, ഞങ്ങൾ കൂളായിട്ടിരിക്കുന്നത് എന്താ അറിയോ, ഇന്ദ്രൻ ചേട്ടനെ പോലെ ഇത്ര 1000-600 സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആള് ഒരിടത്തിരിക്കത്തില്ല, ഓടി നടക്കുക. എല്ലാവരുടെ അടുത്തും ഒരേപോലെ നിന്നുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് നമ്മൾ ഒരു ഇത്തിരി വെയിറ്റ് ഒക്കെ ഇട്ട് ഞാൻ മറ്റേ മെയിൻ നടനാണ് എന്നുള്ളൊരു വെയിറ്റ് ഒക്കെ ഇട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് അയ്യോ പുള്ളിക്ക് അത് ഇഷ്ടപ്പെടുവോ? ഇതങ്ങനെയൊന്നുമില്ല, എല്ലാവരോടും ഒരുപോലെ. ഇതേപോലെ ഉള്ളതിന്റെ കൂടെയാണ് സീൻ. അങ്ങനെ പിന്നെ ഇവനൊക്കെയല്ലേ ആള് ഇല്ലടാ, ഇന്ദ്രൻ ചേട്ടനിട്ട് പെടാപ്പാട് കൊടുത്തില്ലേ നീ? ആ ഇച്ചിരി ഒന്ന് ഒതുങ്ങി നിന്നില്ലെങ്കിൽ പണിയാ. ശരിക്കും പുതിയ കുട്ടികൾ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. സീനിയർ ആളുകളുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ഈ 2 പേര് സീനിയർ ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങൾ 2 പേരും ഇവരിൽ നിന്ന് എന്താ പഠിച്ചത്, അതുപോലെ ഇവരിൽ നിന്ന് നിങ്ങൾ എന്താ പഠിച്ചത് കൂടെ എനിക്കറിയാം. എന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഗിവ് ആൻഡ് ടേക്ക് പരിപാടിയാണ്. നമ്മള് പുതിയ ടെക്നിക്ക് അങ്ങോട്ട് കൊടുക്കുന്നു, പഴയ ടെക്നിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പൊ അത് ഗിവ് ആൻഡ് ടേക്ക് പരിപാടി.
പഴയ ടെക്നിക്ക് എന്തൊക്കെ പഠിച്ചു? ഒരുപാട് പഠിപ്പിച്ചു. അതിൽ എന്തൊക്കെയോ ഒളിച്ചിരിക്കുന്നു. ഒരു കാര്യം പറ, ഇപ്പൊ പഠിച്ചത് പെരുമാറ്റം അതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പെരുമാറ്റ ദൂഷ്യം അത് ഇവിടുന്ന് എടുത്തു. കുറച്ച് മുമ്പേ ഞാൻ നല്ല ഉദ്ദേശിച്ചാ പറയുന്നത്. ചേട്ടൻ കാരവാനിൽ ഇരിക്കാറില്ല, പുള്ളി എപ്പോഴും കോസ്റ്റ്യൂം സെന്ററിൽ തയ്യലില്ലേ അതിന്റെ അടുത്തൊരു കസേര ഇട്ടാണ് ഇരിക്കുക. അപ്പൊ എന്തെങ്കിലും ചേട്ടൻ പറയും, എന്താ ചേട്ടാ നാളെ മുതൽ അടുത്ത ലൊക്കേഷനിൽ എനിക്ക് അവിടെ കസേര ഇട്ട് അവിടെ എടുത്തു കാരവൻ കാണില്ല, സാരി വളരെ അതുകൊണ്ട് ഡ്രസ്സ് മാറാനും മേക്കപ്പ് ചെയ്യാനൊക്കെ പറ്റുവേ. ഇനി അതും ഇല്ലാതെ ചേട്ടൻ ഇതൊന്നും വേണ്ടാത്തോണ്ട് നമ്മളൊന്നും വെച്ചിട്ടില്ല. കോസ്റ്റ്യൂം ബോക്സ് കൊണ്ട് വെച്ചു. ഭയങ്കര ഫണ്ണായിട്ടുള്ള ചേട്ടൻ ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് വിചാരിക്കുമ്പോൾ ഫൺ സൈഡ് ഉണ്ടല്ലോ, അത് പൊതുവെ ആളുകൾ ഭയങ്കര കുറച്ച് ഇപ്പം നമ്മള് റെസ്പെക്ട് കൊണ്ട് നമ്മള് പേടിച്ചിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുക. പക്ഷെ നിങ്ങൾക്ക് കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫൺ സൈഡും കൂടെ അറിയാലോ കൂടെ വർക്ക് ചെയ്യുമ്പോ. അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല അല്ലേ? ശരിക്കും ഉണ്ടോ? ആണെങ്കിൽ പറയണമെന്നാണ് പറഞ്ഞ വേറെ പ്രശ്നമാണ്. കേക്കട്ടെ, പറയാൻ എന്തായാലും പെർമിഷൻ കിട്ടി, പറഞ്ഞോ. ഞങ്ങൾക്ക് കൂടെ ആ ഒരു സൈഡ് ഓഫ് അല്ലേ അറിയാൻ വേണ്ടി. കൂടുതലും അബിൻ ബിനോയും ചേട്ടനുമായിട്ടാണ് കൂടുതൽ കമ്പനി. കാരണം നമ്മള് ലൊക്കേഷൻ വിട്ട് കഴിഞ്ഞാൽ തന്നെ ഇവര് നൈറ്റ് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഞാൻ നാളെ ഇന്ന ഷൂട്ടിന് പോകുന്നത് ഭയങ്കര കമ്പനിയാണ്. വേറെ ഷൂട്ടിലൊക്കെ പോയി അവര് നമുക്ക് കാണാറൊക്കെ ഉണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നത്തിനാണ് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുക. ഇപ്പൊ ഞാൻ റീസെന്റ് ഇപ്പൊ ഇതിനകത്ത് റാപ്പ് സോങ് ഇറങ്ങി. റാപ്പ് സോങ് ഇറങ്ങി അതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു, നീ എവിടെ? ഞാൻ പറഞ്ഞു ഞാൻ ഷൂട്ടിലെ. പിന്നെ കുറച്ച് ആൾക്കാർ തിരക്കി നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ നീ പാട്ടിലൂടെ ചീത്ത വിളിച്ചെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞേ അത് പാട്ടില്ല, സിനിമയിൽ ആരാ വിളിക്കുന്നത് ഞാൻ ചോദിച്ചു. ചില സമയത്ത് സീരിയസ് കാര്യങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത്, അതിന്റെ എൻഡിൽ കൊണ്ടുവന്ന മറ്റേ മുൻഷിക്കാത്ത വിട്ട് ആ ഒരു സാധനം ഇട്ടിട്ടങ്ങ് പോകും. ഇതുപോലെ എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ സെറ്റില്? അല്ല, സെറ്റില് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ദ്രൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ദ്രൻ സാറിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നത്, അതായത് ഒരു പുള്ളി ഇതിനകത്ത് അഭിനയിക്കുന്ന ആളൊന്നുമല്ല, അഭിനയിക്കുന്നുണ്ട് പിന്നീട്. പക്ഷേ ഒരു ഷൂട്ടിംഗ് കാണുന്ന ആദ്യമായിട്ട് ഷൂട്ടിംഗ് കാണുന്ന ഒരാളുടെ നിഷ്കളങ്കമായ ഭാവം ഇന്ദ്രൻ സേട്ടിൽ ഞാൻ കണ്ടു. കാരണം അങ്ങനെയാ തുടക്കം. അപ്പോൾ അതിനുശേഷം പിന്നീട് പുള്ളി വളരെ സീരിയസ് ആയിട്ട് ഒരു പ്രത്യേക വേറൊരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ആദ്യത്തെ ഈ പറയുന്ന ഷൂട്ടിംഗ് കാണുന്നതും ആ ഷൂട്ടിംഗ് കാണുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടുണ്ടാകുന്ന കുറേ ഇൻസിഡൻസും അതൊക്കെ ഒരു പക്ഷേ ഇന്ദ്രൻ സാറിൻ്റെ പഴയകാല സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള, നമ്മുടെ കൊടക്കമ്പി പോലെയുള്ള കഥാപാത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ചേഷ്ടകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറേ ഇന്നസെൻസ് ഉണ്ടായിരുന്നു പുള്ളിയുടെ, ആ ക്യാരക്ടറിൻ്റെ കുറേ ഇന്നസെൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുള്ളിക്കാരനൊരു വളരെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് പോവുകയും അവിടെ ഹോം പോലെയുള്ള സിനിമയിൽ അല്ലെങ്കിൽ അതുപോലെ പുള്ളി ചെയ്തിട്ടുള്ള സീരിയസ് ക്യാരക്ടേഴ്സിൻ്റെ ശ്രേണിയിൽപ്പെടുന്ന കഥാപാത്രങ്ങളുമായിട്ട് പുള്ളി വരാനായിട്ട് അങ്ങനെ ഒരു മാറ്റം വന്നു അവിടെ. അപ്പോൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന പുള്ളിയുടെ കരിയറിൽ എനിക്ക് തോന്നുന്നു മൊത്തം കഥാപാത്രങ്ങളെടുത്ത എല്ലാം കൂടി കാച്ചിക്കുറുക്കിയെടുത്തൊരു ക്യാരക്ടറാണ് ആശാനിലെ ആശാൻ. ഇത് പറയുമ്പോൾ തിയേറ്ററിൽ കാണാൻ ഞങ്ങൾ വെയിറ്റ് നല്ലൊരു ഒഴുക്കാണ് പടത്തിൽ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇല്ലേ എന്താ ചേട്ടാ? അതല്ലേ കഥാപാത്രം അവസരം കിട്ടിയിട്ടുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അതിശയോക്തി ഉണ്ടോ? ഇല്ല. പാസ്സാക്കിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് അല്ല അത് ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞ ജോമൻ പറയട്ടെ. എല്ലാവർക്കും ഈ പറഞ്ഞ കണക്ക് എല്ലാം ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. കുഞ്ഞു കുട്ടികളുണ്ട്. അതാ ഗംഭീരമായിട്ട് ഇവിടെ വേറെ ഒരു മോള് മറ്റേ ലാസ്റ്റ് വരുന്നുണ്ട്. ഒരുപാട് കുറെ കുട്ടികളുണ്ട്. അയ്യോ
നമുക്കൊന്ന് സൂക്ഷിക്കണം, കുട്ടികൾ അഭിനയിക്കുന്ന കണ്ടില്ലേ എന്ന് പരസ്പരം പറഞ്ഞു പോകുന്ന രീതിയിൽ പെർഫോം ചെയ്യുന്ന കുട്ടികൾ. സ്മോക്കി എന്ന് പറയുന്ന ക്യാരക്ടർ നവീൻ, അവൻ ഈ തിയേറ്റർ ആർട്ടിസ്റ്റാണ്. പിന്നെ ഐശ്വര്യ അവര്, പിന്നെ എൻ്റെ കൂടെ അതളങ്ങിയ തുരുത്തിലുണ്ടായിരുന്ന ചിന്നു, പിന്നെ മിത്തു വിജില്, പിന്നെ നമ്മുടെ കേരള ഫുഡി, ഒരുപാട് പേരുണ്ട്. ഡയറക്റ്റ് ഇങ്ങനെ പരസ്പരം ഓരോരുത്തരെ കാണിച്ച് വരട്ടി എല്ലാം എങ്ങനെ രക്ഷപ്പെട്ടു പോയി. ഈ ടെക്നീഷ്യൻ നോക്കുമ്പോൾ ഭയങ്കര ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് പുറകിൽ നിൽക്കണേ, ക്യാമറക്ക് പുറകില്. സോ ജോൺ പോൾ ടീം എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും? ടീം എല്ലാരും പുതിയ പയ്യന്മാരാണ്. നമ്മൾ ക്യാമറമാൻ DOP വിമൽ. പക്ഷേ ഫസ്റ്റ് പടമാണെന്ന് പറയത്തതേ ഇല്ല, അത് നിങ്ങൾ പടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. പുള്ളി അതിനു മുമ്പ് ആഡൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ ഓരോ ഫ്രെയിമും നല്ല ബ്യൂട്ടി ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആ പുള്ളിയുടെ ക്രൂ ഉണ്ട്, അവരെല്ലാവരും പുതിയതാണ്. പക്ഷേ എന്നാൽ തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി ഭയങ്കരമാണ്. പിന്നെ AD ടീമാണെങ്കിൽ പോലും ജോണേട്ടൻ്റെ കൂടെ രോമാഞ്ചത്തിൻ്റെ പ്രൊമോഷന് മുതലെയുള്ള ടിജോപ്പൻ, KP, വൈഷ്ണവ്, പിന്നെ ചേതൻ, ഇവരൊക്കെയാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി ഇവരെ അറിയാം. അപ്പം ക്രൂ എല്ലാം ഓൾറെഡി നമുക്ക് പരിചയമുള്ള ക്രൂ തന്നെയായിരുന്നു. അപ്പോൾ ഒരു റീയൂണിയൻ പരിപാടി പോലെ ആയിരുന്നു തീർച്ചയായും. ഇപ്പോൾ ജോൺ പോളിന്റെ സിനിമകളായാലും പാട്ടുകളായാലും ഐ മീൻ ഇപ്പോഴും ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് എല്ലാവരുടെ മനസ്സിൽ നിൽക്കുന്ന പാട്ടുകളും സിനിമകളുമാണ്. അപ്പോൾ ഇതിലും ഉണ്ട് ട്രിബ്യൂട്ട് ആയിട്ടുള്ള ഒരു സോങ്. ഭയങ്കര റെയർ ആയിട്ട് മാത്രമേ അങ്ങനത്തെ പാട്ടുകൾ കിട്ടത്തുള്ളൂ. ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിലും നമ്മുടെ പ്ലേലിസ്റ്റിലൊക്കെ ആ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമയുടെ ഭാഗമാവാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു നല്ല പാട്ടുകളുള്ള ഇപ്പൊ റിലീസിന് ഒരുപാട് പാട്ടുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്ങുകൾ സിനിമകൾ ചെയ്യുന്നതെന്ന് എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ അദ്ദേഹത്തോട്? കഴിവ്. ജോണേട്ടൻ ഓൾറെഡി മ്യൂസിക് കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഗപ്പിയിലെ പാട്ടുകളാണെങ്കിലും അമ്പിളിയിലെ പാട്ടുകളാണെങ്കിലും നമുക്ക് ഇഷ്ടം തോന്നുന്ന പാട്ടുകളാണ് പുള്ളി. ഇനിയിപ്പോൾ ഇനി ചുരുക്കം പറഞ്ഞാൽ ആശാനിലെ പാട്ടുകളെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൺഫ്യൂസ് ആകും, ഏത് പാട്ട് ആദ്യം കേൾക്കണം, ഏത് പാട്ടിന് അഡിക്റ്റ് ആകും. എല്ലാം അടിപൊളി പാട്ടാണ് ഇനി വരാനുള്ളത് പോലും. 2 പാട്ടുണ്ട്, അതിപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങും. അതുവരെ അടിപൊളിയാണ്. കൺഫ്യൂസ് ആകും നമുക്ക് ഏത് ഇഷ്ടപ്പെടണമെന്ന്. പ്ലേലിസ്റ്റില് ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് ഈ സിനിമയിലെ പാട്ടുകളൊക്കെ വരുന്നതാണ്. കുഞ്ഞിക്കവിൽ മേഘത്തിന്റെ ഒരിക്കലും താന്നു പോകത്തില്ല പാട്ടുകൾ, മേളിലോട്ട് തന്നെ പോകുന്നൊരു ഗ്രാഫുള്ള പാട്ടുകളാണല്ല. ഈ സിനിമയില് ഇപ്പം ശരിക്കും റിയൽ ലൈഫിൽ അഭിനയിക്കുന്ന ആളുകളാണെങ്കിലും ഈ സിനിമയിൽ പല ഈ ഡയറക്ടറായിട്ടും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ശരിക്കും സിനിമയിൽ ആക്ടിങ് അല്ലാതെ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? നിങ്ങൾ 4 പേരും. എളുപ്പം ആക്ടിങ് ആണ്, അതുകൊണ്ട് വേറെ മുകളിലോട്ടും ചിന്തിക്കാൻ അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ. ഇതിലെ സിനിമയിലല്ലേ, സിനിമയിൽ അതിനപ്പുറത്തുള്ള എല്ലാം കഠിനമാണ് കുറച്ചുകൂടെ. ഇപ്പോൾ ഡയറക്ടർ നമുക്ക് ചാരി നിൽക്കാമല്ലോ. ഇപ്പം ഇതേപോലത്തെ ഒരു സബ്ജക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അത് അങ്ങേരുടെ കുറേ കഥാപാത്രങ്ങൾ ഇങ്ങനെ മാറി ഒന്നും താണു പോകുന്നില്ല, ഒന്നിനൊന്ന് വിട്ടു പോകുന്നില്ല. അത്രയും കോർത്തിണക്കിയൊക്കെ ഒരു കഥ ഉണ്ടാക്കി അങ്ങേരുടെ മനസ്സിലൊരു താളം കിടക്കുന്നുണ്ട്. ആദ്യമേ പാട്ട് തന്നെ ഉണ്ടാക്കി ആ താളത്തിനൊത്താണ് നമുക്ക് ഓരോ സീനും നമ്മൾ കൂടി ചെയ്യിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരിക്കലും ഏറ്റവും എളുപ്പം അഭിനയം മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പോകും. അതിൻ്റെ മുകളിലോട്ട് തൊടാൻ തോന്നില്ല. സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്നവരുടെ കാര്യം പറയുവാണ്, ഇല്ലെങ്കിൽ നമുക്ക് എന്തും ചെയ്യാന്നൊക്കെ തോന്നി. അതന്നെ നമ്മൾ അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ടെക്നീഷ്യന്മാരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന അവരാണ്. അവരിപ്പം നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് ചിലപ്പോൾ 8 മണിക്ക് ഇറങ്ങിയാൽ മതി, അവർക്ക് ചിലപ്പോൾ 6 മണിക്ക് ഇറങ്ങേണ്ടി വരും. അവർ രാത്രി ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകുന്നത് തന്നെ 10-12 മണിക്കൊക്കെ ആയിരിക്കും റൂമിൽ ചെന്ന് കുളിച്ച്. അപ്പോഴേക്കും കൊണ്ടുവരുന്ന ഫുഡൊക്കെ ഒരുമാതിരി പരുവമാകും. അതൊക്കെ കഴിച്ചിട്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റുകളാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് സുഖം പരിപാടിയാണ്. അവരൊക്കെ പിന്നെ ഡെയിലി വേജസിന് ജോലി ചെയ്യുന്നവരാണ്. ചില സിനിമകളിലൊക്കെ ആണെങ്കിൽ ബാറ്റ പോലും കിട്ടാതെ പിന്നെ ലോൺ അടയ്ക്കാൻ. അപ്പം നമുക്കറിയാം ലൊക്കേഷനിൽ നിന്ന് പോലും അവരുടെ ഇതൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അഭിനയമാണ്. അഭിനയം എളുപ്പമല്ല, പക്ഷെ അങ്ങനെ കഴിഞ്ഞുകൂടാനുള്ള അഭിനയമാണെങ്കിൽ ക്യാരക്ടർ ആവണമെങ്കിൽ അതിന് കഷ്ടപ്പാടുണ്ട്. അങ്ങനെയുള്ളൂ. ഇതൊന്നും സിനിമയിൽ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്നാഗ്രഹമുള്ള? ഞാനിപ്പോ വേറെ മേഖലയിലുണ്ട്, പക്ഷെ അത് കൂട്ടുന്നില്ല, അതും ആക്ടിങ് തന്നെയാണ്. അല്ലാതെ എനിക്ക് ഇപ്പോൾ ഒരു ഇപ്പോൾ ടെക്നിക്കൽ സൈഡിൽ വേറൊരു എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മുകളിലിരിക്കുന്നില്ലേ, ക്രെയിൻ്റെ മുകളിലിരിക്കുന്ന ക്യാമറമാൻ. അതാകുമ്പോൾ ആദ്യ സിനിമ കാണുന്ന പുള്ളിയല്ലേ,
ആ അപ്പോൾ വ്യൂ പോയിന്റ് നോക്കിയിട്ട് ആദ്യത്തെ ഷോട്ട് കാണുന്നത് ക്യാമറമാനാണ്. ഓക്കെ. പിന്നെ തന്നെയല്ല ഈ പറയുന്ന സിനിമയാക്കുന്നതിന് അതൊരു സംവിധായകൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ക്യാമറമാനാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിനിമ അല്ലായിരുന്നെങ്കിൽ വേറെ സിനിമയിൽ വേറെ എനിക്ക് റൈറ്റിംഗ് ഒക്കെ എഴുതുന്നത് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അങ്ങനെ ഇരുന്നിട്ടില്ല. കൂടുതൽ സിനിമയൊക്കെ ചെയ്ത് വരുമ്പോൾ. ഓക്കെ. ഇപ്പൊ ഈ 3 പേരെ വെച്ചിട്ട് ഒരു സൂപ്പർ ഹീറോ പരിവേഷത്തിൽ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ ഈ 3 പേരെ എന്ത് സൂപ്പർ പവർ കൊടുത്തുള്ള ഒരു ക്യാരക്ടർ ആക്കി കൊടുക്കുക? ചേട്ടൻ തോറ്. എഡിറ്റേഴ്സ് പ്ലീസ്. ഓക്കെ, നന്നായിരിക്കും. അതെന്തുകൊണ്ടാ? അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞ. ഈശ്വര, സൂപ്പർ ഹീറോ നമുക്കറിയാം. അത് കട്ട് ചെയ്തോ, തോറല്ല, ഞാൻ വേറെ പറഞ്ഞ. കൊറേ സൂപ്പർ സ്റ്റാർ ആക്കാം, ഹീറോസ് ആക്കാൻ പറ്റും. വേറെ പറയും. വേറെ നത്ത് പറയാം. അല്ല, നീയാണ് എന്നെ സൂപ്പർ ഹീറോ ആയത്. ആള് വെയിറ്റ് ചെയ്യാ. മലയാളത്തിലെ സൂപ്പർ ഹീറോസ് നമുക്ക് എടുക്കാം. മിന്നൽ മുരളി. ഞാൻ ലുട്ടാപ്പിയാ. ഓക്കെ, മിന്നൽ മുരളി. ശോഭിച്ചേട്ടൻ ബാറ്റ്മാൻ. അല്ല, ഞാൻ ഒന്നും സത്യം വായിലൊന്നും എന്തോ പറഞ്ഞു കാണല്ലോ. കുരുക്കല്ലോ, എല്ലാരും സൂപ്പർ ഹീറോസ് അല്ലേ. ഓക്കെ. അപ്പൊ മലയാള സിനിമയിലെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടർ ഉണ്ടാവും. സോ ഈ ഒരു ക്യാരക്ടർ ആയിട്ട് നമ്മുടെ റിയൽ ലൈഫിൽ മാറാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഏത് ക്യാരക്ടർ ചൂസ് ചെയ്യും? പറഞ്ഞാടാ. മേജർ മഹാദേവൻ. അതെ, സ്ട്രോങ് പോലീസ് സ്റ്റേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാ പൊളിക്കുന്നൊക്കെ. ഓക്കെ, ശരിക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടോ? പിന്നെ ഉണ്ട്. ആളിപ്പോഴേ ക്യാരക്ടറിലേക്ക് വന്നു. ഓക്കെ, ആള് ഓൾറെഡി ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ത് വേണം. പ്രഭാകര. അല്ല, അത് ഞാൻ പറയുന്നതിന് അർത്ഥമില്ലല്ലോ. അല്ലാതെ പറഞ്ഞാൽ കിങ് സിനിമയിലെ ജോസഫ് അലക്സ്, മമ്മൂക്കയുടെ ക്യാരക്ടർ, അത് റിയൽ ലൈഫിലായാൽ കൊള്ളാന്ന് എനിക്കുണ്ട്. പൊളിക്കും. ഇവിടെ പൊതുവെ പോലീസ് ക്യാരക്ടറിനോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അത് ചെയ്യും ചെയ്യാം. വോയിസും ബോഡി വെച്ചിട്ട് തകർക്കും. ഓക്കെ, കോപ്പി അടിക്കാൻ പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് കുറെ ക്യാരക്ടർ ഉണ്ടാവില്ലേ? നിങ്ങൾ പണ്ട് സിനിമയിൽ വരുന്നുണ്ട്, മിറർ ഒക്കെ നോക്കി ആ ക്യാരക്ടർ ആയിട്ടൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടാവില്ലേ? എന്തായാലും ചെയ്തിട്ടുണ്ടാവില്ലേ? ആഗ്രഹം ഉണ്ടാവില്ലേ ഈ ക്യാരക്ടർ ആയിട്ട് ഞാൻ എന്തായാലും പൊളിച്ചേനെ, ഈ സിനിമയിൽ ഈ ക്യാരക്ടർ ചെയ്യണമായിരുന്നു എന്നൊക്കെ? എനിക്ക് ഓട്ടോയ്ക്കകത്ത് ശ്രീനിവാസ സാറിന്റെ പോലീസ് സ്റ്റേഷൻ, കുടുംബാമ്പലത്തിലേക്കൊക്കെ മാമ്പഴത്തിലെ ശ്രീനിവാസൻ ചേട്ടന്റെ ക്യാരക്ടർ. അത് അങ്ങനെ ഹ്യൂമർ നോക്കി പറഞ്ഞ. ശ്രീനിച്ചേട്ടന് ഒരുപാട് ക്യാരക്ടർ പലർക്കും ചെയ്യണം. അയ്യോ, അതല്ല, മേഘൻ സിനിമയിലുണ്ടല്ലോ, ഷൺമുഖൻ. ഓൾറെഡി മനസ്സിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഒരു സിനിമാ നടനെ നിങ്ങൾ ജീവിതത്തിൽ കാണാത്ത ഒരു നടനെ ലൈഫിൽ നേരിട്ട് കാണണം എന്നൊരാഗ്രഹം ഉണ്ടാവും. കുറെ ആൾക്കാർ ആർട്ടിസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, എങ്കിലും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. നേരിട്ട് കണ്ടിട്ടില്ല. കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യവാൻ എനിക്കെന്തായാലും പറഞ്ഞു. ഇവര് രണ്ടുപേരും വല്ല ക്ലാസ്സിലേക്ക് പുറകത്തെ സീറ്റിൽ ഉഴപ്പന്മാരില്ലേ, ആ ഫീല തരണേ. അറിയണമെന്നില്ല, ഇംഗ്ലീഷൊന്നും എന്റെ വായി വരത്തില്ല. പിണക്കോ പരിഭവമൊക്കെ. അമിതാഭ് ബച്ചൻ, പുള്ളിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ട് ഒറ്റ ഫ്രെയിമിൽ. ഞാനും പുള്ളി കൂടെ ബാക്കിയുള്ള എല്ലാവരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ കൂടെ, മമ്മൂക്കയുടെ കൂടെ, ഇനി അമിതാഭ് ബച്ചന്റെ കൂടെ.
അഭിനയിക്കണമെന്നില്ല, ഫോട്ടോ ഫോട്ടോ പുള്ളിയുടെ എൻ്റെ വെച്ചൊരു ഒറ്റ ഫ്രെയിമിൽ ഒരു ഫോട്ടോ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഫോട്ടോഷോപ്പ് ചെയ്താൽ മതി. നേരിട്ട് തന്നെ വേണം. ഓക്കെ, ഇവിടെ നിങ്ങൾ രണ്ടുപേരും സീരിയസ് ആയിട്ടുള്ള ആളുകൾ. നസ്രുദ്ദീൻ ഷാ. ആഗ്രഹമുണ്ട്. ആളൊക്കെ ഭയങ്കര മുഖമൊക്കെ ചുവന്നു. ഞാൻ ഷാരൂഖ് ഖാനാണ് പ്രതീക്ഷിച്ചത്. ഓക്കെ, ഇവിടെ ബില്ലാതെ ഇപ്പോഴും പറഞ്ഞവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഒരു കുഴപ്പം. ഇപ്പൊ അമിതാഭ് ബച്ചനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ചൊരു മീറ്റിങ്ങിനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ കാണാൻ ഇഷ്ടം കമലഹാസനെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കയെ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും ഇനി ഹിന്ദി സിനിമയെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ തമിഴ് സിനിമ, ഹിന്ദി സിനിമയെന്നൊക്കെ ഉണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ എനിക്ക് എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ഇഷ്ടത്തോടെ ഒരുപാട് കഷ്ടപ്പെട്ട് പോയി കണ്ടുകൊണ്ടിരുന്ന സിനിമ ഇംഗ്ലീഷ് സിനിമ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് അന്ന് തൊട്ടേ മനസ്സിൽ ആഗ്രഹമുള്ള ഒരാളാണ് ജാക്കി ചാൻ. അദ്ദേഹത്തെ കണ്ടാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. ജാക്കി ചാൻ പോലത്തെ ഒരു ഫൈറ്റ് സീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും. പൊളിക്കൂടെ അല്ലേ? ഇമ്മണി പുളി കയ്യും കാര്യം കൊണ്ടാതിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കാണിപ്പോ എല്ലാവരും ഫൈറ്റ് സീനെ ഈ മറുപടി പ്രതീക്ഷിച്ചില്ല. കയ്യൊക്കെ ഒന്ന് പൊക്കുമ്പോൾ അറിയാം. വെച്ച് ചെയ്യേണ്ടി വരും ബാക്കി. ഓക്കെ, സിനിമ ഇതുപോലെ തന്നെ കുറെ ഫണ്ണായിട്ടുള്ള കുറെ ഡയലോഗ്സ് പരിപാടി ഉണ്ടാവും. ഞാൻ ഇപ്പോഴേ എനിക്ക് അല്ല, മനസ്സിലാവും. ഈ ഇതിനകത്തെ ഫണ്ട് കാണുമ്പോ ഏകദേശം രൂപ കിട്ടിയിട്ടില്ലേ? സിനിമയിലും അത് കാണുമെന്നും. അതെ, ഉറപ്പായിട്ട്. ആ മീശ വരെ അഭിനയിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. തമാശല്ല, നിങ്ങൾ ചിരിക്കും. നിങ്ങൾ ചിരിക്കും. ആ മീശയുടെ ഒരു അഭിനയം ഉണ്ട് ഇതിനകത്ത്. നിങ്ങളുടെ ലുക്ക് ഉണ്ടല്ലോ ഇനി പോസ്റ്ററിൽ. അപ്പൊ അവരായിരിക്കും അത് വെത്തും വീശിയാണ് നീ പറഞ്ഞിട്ട്. അശ്വ അവരൊറിജില്ലാന്ന് പറഞ്ഞിരിക്കുക. വളർത്തിയിട്ട് സ്വന്തമായി വളർത്തിയ മീശ. ടു ഗുഡ്. നിങ്ങളുടെ ലുക്ക് ഭയങ്കര ആദ്യമായിട്ടാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ പോസ്റ്റ് ആയിട്ടും 4 പേർക്ക് 4 സ്വഭാവമാണ്. പുള്ളിയുടെ അടുത്ത് നമ്മളിങ്ങനെ സിനിമയുടെ അടുത്തൊന്നും ഇരിക്കത്തില്ല. പുള്ളി ഭയങ്കര ദേഷ്യമുള്ള ഒരു ഡയറക്ടറാണ്. പിടിച്ചിടിക്കും, കടിക്കും, അങ്ങനെയൊക്കെ. ഡയറക്ടറാ, മലയാള സിനിമയിലെ സീനിയർ ആയിട്ടുള്ള ഡയറക്ടറാ. അപ്പൊ ഇവരൊക്കെ ഇത്തിരി റെസ്പെക്ട് ചെയ്യണം. അല്ലേ? അതെ, ഞാനൊന്നും അടുത്ത് നിൽക്കൂല. കുറച്ച് പേടിയുള്ള ക്യാരക്ടറാണ് എല്ലാവരും. ചൂരലുണ്ട്, മുതൂരിങ്ങനെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റാണെന്ന് വെച്ചാൽ അത് ഊരി അടിക്കും. അടിക്കും. പക്ഷെ മനോഭാവം എന്തെന്നുള്ളത് പടം കാണുമ്പോൾ ഞാനൊരു കാര്യം ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. റിയൽ ലൈഫിലെ നിങ്ങളുടെ ക്യാരക്ടർ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാണ്. അപ്പം ഇന്ദ്രചേട്ടനാണെങ്കിൽ നത്ത എന്ത് ചെയ്യും? ഒരൊറ്റ ആഗ്രഹം, ഒരൊറ്റ ആഗ്രഹം, നിങ്ങളുടെ ക്യാരക്ടർ അങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യും? കോസ്റ്റ്യൂം സെക്ഷനിൽ പോയി പറയടാ. പറയാത്തെ ഒരു അരമണിക്കൂർ അതെന്റെ വലിയൊരു ആഗ്രഹം. ഇങ്ങോട്ട് ഇരിക്കും. ക്യാരവലിൽ ഒരു അരമണിക്കൂർ ഇരിക്കും. സ്വസ്ഥായിട്ടൊന്നും ഇരിക്കണം. അദ്ദേഹം കേറാത്തൊരു സാധനം. ഓക്കെ, ഇന്ദ്രചേട്ടൻ എന്ത് ചെയ്യും ഒരു ദിവസം? ഞാനാ കഴിഞ്ഞാൽ ഞാൻ ഇവരുണ്ടല്ലോ പറയാത്ത കൊറേ കാര്യം ഒരു മനസ്സിലുണ്ട്. അവർ ഓർത്ത് ചിരിക്കുക. ഒന്നും നല്ലതല്ല. അതാണ് പറയാൻ പറ്റാത്ത. ഞാൻ ഒരാഴ്ച ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കും, വേറെ പടത്തിനൊന്നും പോകാൻ. ഇപ്പൊ ഏതൊക്കെ ഷൂട്ടിംഗുകാർ തിരക്കി നടക്കുക, കാണാനില്ല. ഏറ്റവും ഇവിടെ ഓടി നടന്ന് ഷൂട്ട് ചെയ്തോണ്ട്. ഓക്കെ, ചേട്ടന എന്ത് ചെയ്യും? ഞാൻ ഇന്ദ്രൻ സേട്ടനാണെങ്കിൽ ഞാൻ ഇന്ദ്രൻ സേട്ടനായിട്ട് അങ്ങ് ജീവിക്കും. കാരണം അത് നല്ലതല്ലേ? അതെ, ടഫാണ്, ബുദ്ധിമുട്ടാണ്. ആലോചിച്ച് മതി. ടഫാണെന്ന് പറഞ്ഞാലേ നമുക്ക് ജീവിതത്തിൽ കുറച്ച് ടഫൊക്കെ വേണം. ഓക്കെ, എങ്കിലും നമുക്കത് നേരിട്ട് പോകുമ്പോഴേ നമുക്ക് ജീവിത അനുഭവങ്ങൾ അല്ലേ ഇന്ദ്രൻ ചേട്ടാ? ഇവന്മാർക്ക് അറിഞ്ഞൂടാ. അതാണ്, ഇവർക്ക് അറിഞ്ഞുകൂടാത്. നിങ്ങൾ കുട്ടികളാണ് കേട്ടോ.
ഓക്കെ. നിങ്ങളുടെ ഓരോരുത്തരെയും മാറ്റണോ ഞാൻ ഇനി? പല സത്യങ്ങളും വേറെ ഇതൊക്കെ വരാം. എന്റെ ക്യാരക്ടർ ഒന്നും കൊടുക്കില്ല. എന്നാലും ഈ 3 ക്യാരക്ടറായ ഇൻട്രസ്റ്റഡ് എന്തൊക്കെ ചെയ്യും? അവന്മാർ ചെയ്യുന്നതിനേക്കാളും കുറെ കൂടുതൽ ചെയ്യും. അവർ ചെയ്യുന്നതൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു ചോദിക്കില്ല. നല്ല നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ നിങ്ങളെ 3 പേരും? എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ സിനിമ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. കാരണം ഈ ഒരു വൈബും നിങ്ങളുടെ ആ ഒരു ടീമായിട്ട് എന്താണ് ഒരുക്കി വെച്ചിട്ട് ഫണ്ണാണെന്ന് അറിയാം. പക്ഷെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് തിയേറ്ററിൽ പോയിട്ട് ഇരുന്ന് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. അല്ല, ഫൺ മാത്രമല്ല ഓക്കെ. ഫണ്ണാണെന്ന് അറിയാന്ന് പറഞ്ഞു. ഫൺ മാത്രമല്ല, കുറച്ച് ചിന്തിക്കാനുണ്ട്. ഓക്കെ. അത് ബുദ്ധിമുട്ടാണെങ്കിൽ പറയണം. എളുപ്പമാക്കി തരാം. എനിക്കിപ്പോ സിനിമ വൈബ് ഞങ്ങളിങ്ങനെ കണ്ടിട്ടില്ല. ഭയങ്കര റെയറായിട്ടേ കണ്ടിട്ടുള്ളൂ. അത് ആ ഒരു രീതിയിലുള്ള ആ ടീം കിട്ടിക്കഴിഞ്ഞാൽ ആ വൈബിലേക്ക് വരും തോന്നുന്നു. ഓക്കെ. അപ്പൊ എല്ലാവിധ ആശംസകളും. എന്തായാലും സിനിമ റിലീസാവാൻ ഞങ്ങൾ കാത്തിരിക്കും. ഫസ്റ്റ് ഷോയിൽ തന്നെ ഞാനും ഉണ്ടാവും. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. നിങ്ങൾ 4 പേർക്കും ആശാന്റെ ടീമിന് ഞാനൊരു ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പൈസ കിട്ടണമെങ്കിൽ എമാ ജർമ്മനിയുടെ പില്ലോ ആണ് നിങ്ങളെ 4 പേർക്കും ഞാൻ ഗിഫ്റ്റ് ചിരിക്കണേ. ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണേ. കുഞ്ഞുങ്ങളെ അല്ല ഞാൻ കുഞ്ഞുങ്ങളെ തരുന്ന പോലെ. താങ്ക് യു.